വർക്കല രാജു കൊലക്കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രോഷാകുലരായി ബന്ധുക്കളും നാട്ടുകാരും. പോലീസ് നടപടിയിൽ തൃപ്തിയില്ലെന്നും തെളിവെടുപ്പ് പ്രഹസനമായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രതികളെ തിങ്കളാഴ്ച രാവിലെ വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. സംഭവ ദിവസം മദ്യപിച്ച ശേഷമാണ് പ്രതികൾ എത്തിയത്. ബാറിൽ വെച്ചാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയത്. പ്രതികളെ വർക്കലയിലെ ബാറിലെത്തിച്ചും തെളിവെടുത്തു. വി വിനോദ് ഉണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഈ പ്രതികളെ വാഹനത്തിൽ നിന്ന് ഇറക്കാതെ മാസ്ക് പോലും മാറ്റാതെ ഒക്കെയാണ് അവിടെ തെളിവെടുപ്പ് നടന്നത്. അതാണ് വലിയ പ്രതിഷേധത്തിനും ആരോപണങ്ങൾക്കും ഇപ്പോൾ കാരണമായിരിക്കുന്നത്. പ്രഹസനമായിരുന്നു എന്ന് ഈ മരിച്ച രാജുവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്താണ് ഇതിന്റെ പോലീസിന്റെ വിശദീകരണം? 3 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. രാവിലെ തന്നെ ഇവർ വർക്കല ക്ലിഫിന് സമീപത്തെ ഒരു ബാറിലിരുന്ന് മദ്യപിച്ചിരുന്നു. സംഭവം നടക്കുന്ന ദിവസം അവിടേക്കാണ് ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോയത്. അതിനുശേഷം വരുന്ന വഴിയിൽ ഇവർ ഭക്ഷണം കഴിച്ച റെസ്റ്റോറന്റിൽ തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് രാജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി പ്രതികൾക്ക് നേരെ വന്നു. ഇവരെ ജീപ്പിൽ തന്നെ പ്രതികളെ ഇരുത്തിയിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറക്കിയില്ല. പക്ഷേ ഈ തെളിവെടുപ്പിന്റെ കാര്യത്തിൽ 2 അഭിപ്രായമാണുള്ളത്. ഒന്ന്, രാജുവിന്റെ ബന്ധുക്കൾ ഉന്നയിച്ചത് ഇത് പ്രഹസനമായിരുന്നു, പ്രതികളെ പുറത്തിറക്കിയില്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് തെളിവെടുപ്പിൽ തൃപ്തിയുണ്ട് എന്ന കാര്യമാണ്. സ്വാഭാവികമായും ഈ ആൾക്കൂട്ടം ആക്രമിക്കും എന്ന് സാധ്യതയുള്ള ഇടങ്ങളിൽ ഇങ്ങനെ പ്രതികളെ പുറത്തിറക്കാറില്ല. ഇവിടെയും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. കാരണം ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ വീട്ടിലേക്ക് എത്തേണ്ടത്. മാത്രവുമല്ല, ഈ കൊലപാതകം നടന്ന സ്ഥലവും പ്രതികൾ കാറിലെത്തിയ സ്ഥലവും ഒരേ ഇടമാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് അവരെ ആ പരിസരത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവർ ഉപയോഗിച്ച ആയുധവും രാജു നിന്ന സ്ഥലത്ത് നിന്ന് എടുത്ത മൺവെട്ടിയാണ്. ഇവർ വന്നു നിന്ന കാർ നിർത്തിയ സ്ഥലം രാജു അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിനടുത്ത് ഉണ്ടായിരുന്ന മൺവെട്ടി കൊണ്ട് രാജുവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബാക്കിലെ ഇത് ഈ പോലീസ് വാഹനത്തിന്റെ പിറകുവശത്തെ ഡോർ തുറന്ന് ഈ കാര്യങ്ങളെല്ലാം പ്രതികൾ വിശദീകരിക്കുകയും പോലീസിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ അവിടെ ഇറക്കേണ്ട ഒരു സാങ്കേതിക പ്രശ്നം അങ്ങനെ ഇറക്കി നടത്തിയില്ല എന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ കേസിന് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതുക വയ്യ. അങ്ങനെ തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും 3 സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവരെ കല്ലമ്പലം സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. KSRTC സ്വിഫ്റ്റ് ബസ്സുകളുടെ വേഗപരിധി വർദ്ധിപ്പിച്ചു. സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ വേഗം 60-ൽ നിന്ന് 80-ആക്കി ഉയർത്തി. അന്തർസംസ്ഥാന ബസ് സർവീസുകളുടെയും AC സ്ലീപ്പർ ബസ്സുകളുടെയും വേഗത മണിക്കൂറിൽ 95 കിലോമീറ്ററായും പുനഃക്രമീകരിച്ചു. പത്തനംതിട്ടയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരനെതിരെ കേസെടുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ നല്ല രീതിയിൽ നടപ്പാക്കിയ പദ്ധതി കരാറുകാരൻ ജനങ്ങൾക്കെതിരാക്കിയെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്നും വീണ ജോർജ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ആ കരാറുകാരനെ ഇത് സംബന്ധിച്ച് പലതവണ താക്കീത് നൽകി. പലതവണ മീറ്റിങ്ങുകൾ ചേർക്കുകയും അവസാനം റൂഷ്യ സ്റ്റേറ്റ് മിനിസ്റ്ററും ഞാനും ജില്ലാ കളക്ടറും എല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡെഡ്ലൈൻ കൊടുത്തു. ഇതിൽ കർശനമായിട്ടുള്ള നടപടികൾ, കേസാണെങ്കിൽ കേസ്, അതല്ല മറ്റ് നടപടികൾ, അതിലും കടുത്ത നടപടികൾ, അത് ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അത് മിനിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കടുത്ത നടപടികളിലേക്ക്. കാരണം ഇത് ഒരു പ്രവൃത്തിയുടെ മാത്രം വിഷയമല്ല. ഈ ഒരു കരാറുകാരൻ മറ്റൊരിടത്ത് പോയി ആ രീതിയിലുള്ള പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പോലീസിന്റെ വീഴ്ചയടക്കം CBI അന്വേഷിക്കണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഹർജിയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണം ഹൈക്കോടതി തേടി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ അന്വേഷണത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ച് ഹർജിയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണം തേടി. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടും വന്ദനയെ കൊല ചെയ്യാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല.
പ്രതിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും പോലീസ് കണ്ടെത്തലും രണ്ടായതിനാൽ കേസ് പ്രതിസന്ധിയിലാകും. കേസിൽ എഫ്ഐആർ എടുത്തതു മുതലുണ്ടായ പിഴവുകൾ വിസ്താരവേളയിലും തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ സർക്കാർ നിലപാടും നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. ഇടവേള. CPM ഈ നേതൃയോഗത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എന്തായിരിക്കും അജണ്ട? എൽദോ, CPM സംസ്ഥാനത്ത് വിവാദങ്ങളുടെ നടുക്കടലിലാണ്. പ്രത്യേകിച്ചും SFI ഉയർത്തിയ പ്രശ്നങ്ങൾ, SFI ഉണ്ടാക്കുന്ന തലവേദനകൾ, അതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, ആരോപണങ്ങൾ, സർക്കാരിന് പുറത്തുനിന്ന് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ, അങ്ങനെ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് CPM. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പുതിയൊരു തന്ത്രവുമായി CPM രംഗത്ത് വരികയാണ്. അത് ഏകീകൃത സിവിൽ കോഡ് വിഷയമാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം. അതിൽ അവർ ഇതിനകം തന്നെ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ പ്രതിഷേധ സമരങ്ങളുടെ നായകത്വം ഏറ്റെടുക്കാനാണ് CPMൻ്റെ ആലോചന. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതു സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ച ഇന്നും നാളെയുമായി നടക്കുന്ന സംസ്ഥാന സമിതിയിലും ഉണ്ടാകും. നമുക്കറിയാം, പൗരത്വ ഭേദഗതി വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങി നിന്ന് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ആരും ഒരിടത്തേക്കും പോകേണ്ടി വരില്ല, എല്ലാവരെയും ഇവിടെ തന്നെ സംരക്ഷിക്കും, കേരളം അതിന് മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്നപ്പോൾ സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ടായി. മുസ്ലിം ലീഗിനെ പോലും മറികടന്നുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ ഈ സമരത്തിന് ഏകോപനത്തിലേക്ക് CPM വന്നു. അതിൻ്റെ രാഷ്ട്രീയ ഗുണം അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാവുകയും ചെയ്തു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഇടതുമുന്നണിക്ക് ഉണ്ടായതിൻ്റെ പ്രധാന പങ്ക് ഈ മുസ്ലിങ്ങളുടെ ഒരു അനുകൂല നിലപാട് കൂടിയായിരുന്നു. മുസ്ലിം സമുദായം മുന്നണിയുമായി കൂടുതൽ അടുത്തു. എക്കാലത്തും UDFൻ്റെ ഒപ്പം നിന്നിരുന്ന ലീഗിൻ്റെ ശക്തി സമസ്ത പോലും പല വിഷയങ്ങളിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു. ലീഗിൽ അത് വലിയ അല്ലെങ്കിൽ ഭിന്നതയുണ്ടാക്കി. അത്തരമൊരു സമര മാതൃക CPMനും ഇടതുമുന്നണിക്ക് മുമ്പിലുണ്ട്. അതേ രീതിയിലേക്ക് ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലും ആ സമരത്തിൻ്റെ മുന്നണിയിലേക്ക്, അതിൻ്റെ നായകത്വത്തിലേക്ക് CPMോ ഇടതുമുന്നണിയോ വരാനുള്ള ആലോചനയാണിപ്പോൾ നടക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗ് സമര പരിപാടികൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അതുമായി നേരിട്ട് സഹകരിക്കാതെ എല്ലാവരെയും CPMന് ഇടതുമുന്നണിക്ക് കീഴിൽ അണിനിരത്തുക എന്നൊരു തന്ത്രമാണ് CPM ആലോചിക്കുന്നത്. അത് തന്നെയാകും സംസ്ഥാന സമിതിയിലും പ്രധാനമായി ചർച്ചയ്ക്ക് വരിക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. SFIയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചയ്ക്ക് വരും. SFIയുടെ സമീപകാലത്തെ പോക്ക് അത്ര ഗുണകരമല്ല സർക്കാരിന്, CPMന്, അല്ലെങ്കിൽ അവരുടെ പോക്ക് SFIയുടെ മുൻകാല നിലപാടുകൾക്ക് ചേർന്നതല്ല, തിരുത്തൽ വേണമെന്ന ആവശ്യം CPMൽ ശക്തമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംസ്ഥാന സമിതിയിലുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ ആക്കാൻ CPM ആലോചിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള തീരുമാനങ്ങളും യോഗത്തിലുണ്ടാകും. SFIയുടെ ഒരു സംസ്ഥാന പഠന ക്യാമ്പ് ഈ മാസം ആദ്യം, അടുത്ത ആഴ്ച തിരുവനന്തപുരം വിളപ്പിൽശാല EMS അക്കാദമി നടത്തുന്നു. അതിനുവേണ്ട മാർഗ്ഗരേഖകൾ ഒരുപക്ഷെ സംസ്ഥാന സമിതി തയ്യാറാക്കിയേക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതൃയോഗമാണ് ഇന്നലെ ആരംഭിച്ചത്. ഇന്നും നാളെയുമായി സംസ്ഥാന സമിതിയും ചേരും. അരുൺ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ CPM നേതൃയോഗം അത് പുരോഗമിക്കുകയാണല്ലോ. എന്തൊക്കെയായിരിക്കും CPM ഈ നേതൃയോഗത്തിൽ ഈ സംസ്ഥാന വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനെ കൊലപ്പെടുത്താൻ CPM വാടക കൊലയാളികളെ അയച്ചെന്ന് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ. സുധാകരനെ എങ്ങനെ വകവരുത്തിയാലും സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. സുധാകരൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ചിന്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ബോധതലത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്നും ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയും ഒളിയം പൊളിപ്പിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തൊഴിലാളി വർഗത്തിനൊപ്പം സഞ്ചരിക്കുന്നതിന് പകരം കൊലയാളി സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയെന്നും ശക്തിധരൻ കുറിച്ചു. G ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെ അപായപ്പെടുത്താൻ CPM ആളെ അയച്ചിട്ടുണ്ടാകാം. G ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ കേസെടുക്കുമെന്ന് കരുതുന്നില്ലെന്നും ശക്തിധരനോട് ഫോണിൽ വിളിച്ച് നന്ദി പറയണമെന്നാണ് ആഗ്രഹമെന്നും സുധാകരൻ പറഞ്ഞു. എന്നെ കൊല്ലാൻ തീരുമാനിച്ച് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലും സംവിധാനത്തിൽ അത് പിൻവലിഞ്ഞ് പോയിട്ടുണ്ടാവാം. ഇതൊന്നൊന്നുമല്ല, ഇതുപോലെ പലവട്ടം പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ അവരാളുകളെ വെച്ചിരുന്നു, അയച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ മറികടന്നാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്.
എൻ്റെ ജീവൻ എടുക്കാൻ അവർ വിചാരിച്ചാൽ പറ്റില്ല. ഞാൻ ദൈവവിശ്വാസിയാ, ദൈവം വിചാരിക്കണം എന്നെങ്കിലേ നടക്കുള്ളൂ. സുധാകരനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത് സാധിക്കാതെ പോയതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുധാകരനെ ഏതു വിധേനയും തങ്ങൾ ചേർത്ത് പിടിക്കും. ശക്തിധരന്റെ വെളിപ്പെടുത്തൽ സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാണോ എന്നും സതീശൻ തിരുവനന്തപുരത്ത് ചോദിച്ചു. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകരും നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കൊല ചെയ്യാൻ ഈ CPM ഗൂഢപദ്ധതി ഇട്ടുവെന്നാണ്. അന്വേഷിക്കോ? നിങ്ങൾ അന്വേഷിക്കോ? ഈ വെളിപ്പെടുത്തൽ ആരുമല്ലല്ലോ വെളിപ്പെടുത്തിയത്. ദേശാഭിമാനി പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്ന ശക്തിധരനാണ്. അദ്ദേഹം കൂടി പ്രതിചേർക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു കാര്യം ധീരതയോടുകൂടി ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടപ്പോഴാണ് പൊട്ടിത്തെറിച്ച് പറഞ്ഞത്. അപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ. അപ്പൊ CPMന്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. സുധാകരനെ കൊല്ലാൻ നോക്കിയതാണ്, പറ്റാഞ്ഞിട്ടാണ്. പല വഴി നോക്കിയതാണ്, പറ്റാഞ്ഞിട്ടാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും, ചങ്കു കൊടുത്തും ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് ED. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുക. ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുക. വി ഡി സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. FCRA, ഫെമ ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ED കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുക. വിജിലൻസിൽ നിന്നും അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും ED നടത്തുന്നുണ്ട്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായാണ് പുനർജനി പദ്ധതി 2018 വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ ആരംഭിക്കുന്നത്. പദ്ധതിക്കായി വിദേശത്തുനിന്ന് സഹായം ലഭിച്ചുവെന്നാണ് ആരോപണം. വിജിലൻസ് പ്രാഥമികാന്വേഷണം നടത്തുന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് വി ഡി സതീശൻ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തെ അപമാനിക്കാനെന്നും സതീശൻ പറഞ്ഞു. കരിന്തളം കോളേജിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി ജോലി നേടിയ കേസിൽ കെ വിദ്യയ്ക്ക് കോടതി ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൊസ്ദുർ കോടതി ജാമ്യം അനുവദിച്ചത്. 1 മാസക്കാലമായി താനും കുടുംബവും അനുഭവിച്ചത് വലിയ മാനസിക പ്രയാസമാണെന്നും മാധ്യമ രാഷ്ട്രീയ അജണ്ടകളാണ് നടന്നതെന്നും വിദ്യ പ്രതികരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ജയിലിൽ കിടന്നതിന്റെ പരിഭ്രമം മാറാത്ത നിലയിലാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സാനി. മയക്കുമരുന്ന് കേസിൽ തന്നെ പെടുത്തിയവരെ പിടികൂടും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് ഷീല ന്യൂസ് 18നോട് പറഞ്ഞു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. ബ്യൂട്ടി പാർലർ ഉടമയെ 1 ലക്ഷം രൂപയുടെ ലഹരി മരുന്നുമായി പിടികൂടി. ചാലക്കുടിക്കാരി ഷീലാസനയുടെ ബാഗിൽ നിന്ന് കിട്ടിയത് 12 LSD സ്റ്റാമ്പുകൾ. എക്സൈസ് പത്രക്കുറിപ്പിറക്കിയത് ഇങ്ങനെ: താൻ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത നാളുകളിലൂടെ അതിനുശേഷം ഷീലാസണ്ണി കടന്നുപോയത് 4 മാസം. ബന്ധുക്കളും നാട്ടുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരി എന്ന് മുദ്രകുത്തി. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മാനഹാനിയുമായപ്പോൾ ജീവിതമാകെ തകർന്നു. ഒരു സാധാരണ ജീവിച്ചു പോണ ഞാനാണ്. അങ്ങനെയുള്ള ആളാണ് ഞാൻ ഈ മയക്കുമരുന്ന് ഇതിൽ പെട്ടത്. ഇത് കാരണം എൻ്റെ ജീവിതം തന്നെ ഇപ്പം ഇല്ലാണ്ടായി. ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഞാൻ എന്തോ ഒരു അപമാനം സഹിച്ചു. കീഴ്ക്കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. ജയിലിൽ 72 ദിവസം. നിരന്തര നിയമപോരാട്ടങ്ങൾക്ക് ശേഷം ജാമ്യം. ഒടുവിൽ പിടിച്ചത് LSD സ്റ്റാമ്പല്ലെന്ന രാസപരിശോധനാ ഫലം വന്നതോടെയാണ് നിരപരാധിത്വം തെളിയിക്കപ്പെട്ടത്. ബന്ധുക്കളിൽ ഒരാളെയാണ് സംശയമെന്ന് ഷീല പറയുന്നു. ഇന്നലെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ഇത് മയക്കമരുന്നല്ല, സാധാരണ ഒരു പേപ്പറാണ്. ഈ പേപ്പറിന് വേണ്ടിയിട്ടാണ് ഞാൻ 72 ദിവസം കിടന്നത്. ഒരു ബന്ധുവിൻ്റെ മേലെയാണ് സംശയം. നമ്മൾ തലേ ദിവസം ബന്ധു വീട്ടിലുണ്ടായി. പിന്നെ ആൾ ബാംഗ്ലൂരിലൊക്കെയാണ് ഉള്ളത്. അപ്പം അത് കാരണം ആളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക്. ഇനിയിപ്പോൾ ആ പിടിച്ചെങ്കിലും അറിയുള്ളൂ ഇത് എന്തിനു വേണ്ടിയാ ചെയ്തത്. വിവരം പോലീസിൽ വിളിച്ചു പറഞ്ഞയാൾക്കായാണ് ഇപ്പോൾ എക്സൈസിന്റെ തെരച്ചിൽ. ഇതിനിടെ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റിയതായി എക്സൈസ് മന്ത്രി അറിയിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല.
കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും MP രാജേഷ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പന്നിയങ്കരയിലെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കരാർ കമ്പനി. ജനപ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ ഓഗസ്റ്റ് 15 വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനമായി. നേരത്തെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. രാജ്യത്ത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. രാജ്യത്തിന്റെ അഖണ്ഡതയും സമാധാനവും കാത്തുസൂക്ഷിക്കുന്നതിൽ ആശങ്കയുയരുകയാണ്. ചൈനയെയും പാകിസ്ഥാനെയും പ്രതിരോധിക്കുമെന്ന് പറയുന്നവർക്ക് ഒരു ചെറിയ സംസ്ഥാനം സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 3 മരണം. തൃശൂരിൽ 2 പേരും തിരുവനന്തപുരത്ത് ഒരാളും മരിച്ചു. തൃശൂരിൽ കുര്യച്ചിറ സ്വദേശിനി അനീഷ് സുനിൽ, നാട്ടികയിൽ ജോലി ചെയ്യുന്ന പശ്ചിമബംഗാൾ സ്വദേശിനി ജാസ്മിൻ ബിബി എന്നിവരാണ് മരിച്ചത്. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയായിരുന്നു. ജാസ്മിൻ എലിപ്പനി ബാധിച്ചാണ് മരിച്ചതെന്ന് സംശയമുണ്ട്. തിരുവനന്തപുരം കല്ലറ സ്വദേശി കിരൺ ബാബു എന്ന 26-കാരനും പനി ബാധിച്ച് മരിച്ചു. പനിയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ബാബു രഞ്ജി ദമ്പതികളുടെ മകനാണ് കിരൺ. ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെയാണ് കിരൺ ചികിത്സ തേടിയത്. തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബി ഈഡന്റെ സ്വകാര്യ ബില്ലിൽ എതിർപ്പുയർത്തി കേരളം. ആവശ്യം പരിഗണിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈബി ഈഡന്റെ ആവശ്യം നിരാകരിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ലോക്സഭയിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിലാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറ്റണമെന്ന് ഹൈബി ആവശ്യപ്പെടുന്നത്.